6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം SSLC പരീക്ഷയിലെ വിജയക്കുതിപ്പിൽ സംസ്ഥാനത്തെ ഒന്നാമത്തെ ജില്ലയായി പത്തനംതിട്ട മുന്നിലെത്തി. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 100% വിജയം നേടിയാണ് ജില്ല മുന്നിലെത്തിയത്. കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ 100% വിജയത്തിന് ഇരട്ടി മധുരമാണ് ഉള്ളത്. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും ജില്ലയിൽ ഒന്നാമത് നിൽക്കുന്ന സ്കൂളാണ് കോന്നി റിപ്പബ്ലിക്കൻ സ്കൂള്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം നേടി അതിന്റെ ആഹ്ലാദം തീരുന്നതിന്റെ വേളയിലാണ് ഇപ്പോൾ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത വിജയം നേടി പത്തനംതിട്ട ജില്ല SLCയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് കോന്നി റിപ്പബ്ലിക്കൻ സ്കൂള്. സാറേ, എങ്ങനെയാണ് ഈ കഴിഞ്ഞ 6 വർഷത്തിന് ശേഷം വീണ്ടും സംസ്ഥാനത്തെ ഒന്നാമത്തെ ജില്ലയായി, വിദ്യാഭ്യാസ ജില്ലയായി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയിൽ വിജയിപ്പിച്ചതിന്റെ ആഹ്ലാദമാണ് പത്തനംതിട്ട ജില്ല. അതിൽ പങ്കുചേരുകയാണ് സാറിന്. അതിന് ആദ്യമേ നന്ദി ഇവിടുത്തെ അധികാരികളോട് പറയട്ടെ. ചിട്ടയായ പ്രവർത്തനങ്ങൾ DDയുടെ ഭാഗത്തു നിന്നായാലും DOയുടെ ഭാഗത്തു നിന്നായാലും ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഒരു ഫലമാണ് സംസ്ഥാനത്ത് പത്തനംതിട്ട ജില്ല ഒന്നാമതായിട്ട് വന്നത്. അതിനോടൊപ്പം അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ 100% കുട്ടികളെയും പരീക്ഷയ്ക്ക് ഇരുത്തി 100% വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഈ വർഷമാണ് എന്നുണ്ടെങ്കിൽ 18 കുട്ടികൾക്ക് ഫുൾ A+ഉം അതിനോടൊപ്പം തന്നെ 7 കുട്ടികൾക്ക് 9 A+ഉം 10 കുട്ടികൾക്ക് 8 A+. അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങളുടെ വിജയത്തിൽ ഏറ്റവും ഭാഗമായത് എന്ന് പറയുന്നത് ചിട്ടയായ പ്രവർത്തനങ്ങൾ, സ്കൂളിൽ നടക്കുന്ന ചിട്ടയായ പ്രവർത്തനങ്ങൾ, എൻ്റെ സഹപ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് പ്രത്യേക പരിശീലന ക്ലാസ്സുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വിജയം ഞങ്ങളുടെ സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചത്. ഈ വർഷമാണ് എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ നടന്ന സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിൽ ഏകദേശം 40ഓളം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. ആ കുട്ടികൾക്കെല്ലാം A ഗ്രേഡ് ലഭ്യമായി. അതിനോടൊപ്പം തന്നെ ഈ വിജയത്തിൽ എടുത്തു പറയത്തക്ക ഒരു വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ അശ്വിൻ അജയൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഉജ്ജ്വല ബാല്യം, സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ അശ്വിൻ അജയൻ അവന്റെ കോകരിക്കുലർ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ പഠനത്തിലും അവൻ ഒന്നാമതാണ് എന്ന് തെളിയിച്ചു. ആ ഒരു വിജയം വന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ വിജയത്തിന് ഇരട്ടി മധുരമാണ്. ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ രക്ഷകർത്താക്കള്, ഞങ്ങളുടെ PTA ഭാരവാഹികള്, ഞങ്ങളുടെ അധ്യാപകര് എല്ലാവരും ഈ വിജയത്തിന്റെ ഭാഗമാണ്. അതില് ഭാഗമായി നിൽക്കാൻ സാധിച്ച തന്നെ ഈ ഒരു പ്രഥമ അധ്യാപകൻ എന്ന നിലയിൽ ഇവരോടെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സാറേ, ഈ പാഠ്യേതര വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഈ ബോർഡിൽ കാണാം നിന്നോളം എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ അവരോടൊപ്പം തന്നെ വെറും ഈ ബ്ലാക്ക് ബോർഡിനും ബെഞ്ചിനും അപ്പുറം അവർക്ക് ഉയർന്നു വരാനുള്ള ഒത്തിരി മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ആയിരിക്കും. അതെ 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 അത് ഞങ്ങൾ ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തില് ഹ്രസ്വചിത്രങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് കിട്ടിയ പിന്തുണ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിന്നോളം പോലെയുള്ള അല്ലെ മണി പ്ലാന്റ് പോലെയുള്ള ഹ്രസ്വചിത്രങ്ങൾ ഞങ്ങൾ പുറത്തിറക്കി. അന്നേരം അക്കാദമിക കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും ഒരുപോലെ ശ്രദ്ധ നൽകുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണത്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. അത് പിന്തുടർന്നു പോകുന്നു. അതിനോടൊപ്പം തന്നെ വരും വർഷങ്ങളിലും ഇത് ഇങ്ങനെ പിന്തുടരും എന്ന് ഉറപ്പും നൽകുന്നു. സാറേ, ഇപ്പം ജയിച്ച് കുട്ടികളുണ്ട്, വരാൻ പോകുന്ന കുട്ടികളുണ്ട്. അവരോടൊപ്പം ഉള്ള രക്ഷകർത്താക്കളോടും ബാക്കിയുള്ളവരോടൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്? ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. റിപ്പബ്ലിക്കൻ സ്കൂളിന്റെ പടിവാതിക്കൽ വന്നെത്തുന്ന കുട്ടികൾക്ക് അവരുടെ എല്ലാ വിധത്തിലുമുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ച് അവരെ പൂർണ്ണ സജ്ജരാക്കി മാത്രമേ ഞങ്ങൾ പുറത്തോട്ട് വിടുകയുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് ഇവിടെ വരുന്ന രക്ഷകർത്താക്കളോട് പറയാനുള്ളത്. ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് അതെല്ലാം ബോധ്യമായിട്ടുള്ളതാണ്. എന്റെ മകൾക്കും ഫുൾ A+ കിട്ടി. വളരെ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ സംസ്ഥാന തലത്തിൽ അവള് 2 മത്സരങ്ങളിൽ പങ്കെടുത്തായിരുന്നു. അതിന് 2നും A ഗ്രേഡ് കിട്ടിയായിരുന്നു. അതോടൊപ്പം ഇപ്പം പരീക്ഷയിലും അവൾക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ 18 കുട്ടികൾക്കും ഫുൾ A+ കിട്ടി. അതുപോലെ ഞാൻ ലിറ്റിൽ കൈറ്റ്സിന്റെ ചുമതല എനിക്കുണ്ട്. എനിക്കും അപ്സര ടീച്ചറിനുമാണ്. ഈ വർഷം പത്തനംതിട്ട ജില്ലയില് ലിറ്റിൽ കൈറ്റ് അവാർഡ് 3ാമത്തെ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് സ്കൂളുകളും മറ്റുമൊക്കെ നാളുകൾക്ക് മുമ്പ് വീർപ്പുമുട്ടുമ്പോൾ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തി സംസ്ഥാനത്ത് മികച്ച വിജയമാണ് പത്തനംതിട്ട ജില്ല SLC പരീക്ഷയിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം പങ്കുചേരാൻ കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളും കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകരോടൊപ്പം എല്ലാവരും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.